ഹായ് വെൽക്കം ടു ലേണിനോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ റെപ്രസെൻറ്റേഷൻസിൻ്റെ ഏരിയയിൽ നിന്ന് വരുന്ന കുറച്ച് MCQ ക്വസ്റ്റ്യൻസ്. Question number 1. Which of the following is known as nibble? Option A 1 bit, option B 4 bits, option C 8 bits, option D 16 bits. So each 1 or 0 in a binary number is called bit. അത് നമ്മുടെ ബൈനറിയിൽ നമുക്ക് 1 അല്ലെങ്കിൽ 0 1-0യുടെ ഒരു കോമ്പിനേഷൻസ് ആണല്ലോ ബൈനറി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫുള്ള്. സോ ഈ 1 അല്ലെങ്കിൽ 0 ഒരെണ്ണത്തിനാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള ബിറ്റ്സ് 1-0ൻ്റെ കോമ്പിനേഷൻ 4 എണ്ണം വരുന്നതിനാണ് നമ്മളൊരു നിബിൾ എന്ന് പറയുന്നത്. സോ ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ്സ് ചേരുന്നതാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. ഇനി ഇതുപോലുള്ള 8 ബിറ്റ്സ് ചേർന്ന് അതിനെ നമ്മൾ ഒരു ബൈറ്റ് എന്ന് പറയും. 8 ബിറ്റ് ചേരുമ്പോൾ അതിനെ ഒരു ബൈറ്റ് എന്ന് പറയും. 4 ബിറ്റ്സ് ചേരുന്നതാണ് ഒരു നിബിൾ. ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ്സ് ചേരുന്നത്. 8 ബിറ്റ്സ് ചേരുമ്പോൾ അതിനെ ഒരു ബൈറ്റ് എന്ന് പറയും. 16 ബിറ്റ്സ് ആകുമ്പോഴത്തേക്ക് അതിനെ 2 ബൈറ്റ് എന്ന് പറയും. 2 ബൈറ്റ്. ഇനി അത് 24 ബിറ്റ്സ് ആകുമ്പോഴത്തേക്ക് 3 ബൈറ്റ്, 32 ആകുമ്പോഴത്തേക്ക് 4 ബൈറ്റ്, അതങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ ഒരു ബൈറ്റിനകത്ത് നമുക്ക് എത്ര 2 നിബിൾ ഉണ്ടാവും. കാരണം 8 ബിറ്റ്സ് അല്ലേ, 4 ബിറ്റ്സിനെയാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. സോ ഒരു ബൈറ്റിനകത്ത് നമുക്ക് 2 നിബിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ്സ് ചേരുന്നതിനാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ലെങ്ത് 1, അത് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നു. എക്സാമ്പിൾ 0 അല്ലെങ്കിൽ 1. ദെൻ ലെങ്ത് 4 ആകുമ്പോൾ അതിനൊരു നിബിൾ എന്ന് പറയും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 1011, 4 ബിറ്റ്സ് ചേർന്നിട്ടുള്ളതാണ്. ദെൻ 8 ബിറ്റ്, ലെങ്ത് 8 ആകുമ്പോൾ അതിനെ ഒരു ബൈറ്റ് എന്ന് പറയും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 1001, 1001 എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി question number 2. 1001 is a data presented on a set of binary coded decimal output lines. What would be the decimal equivalent of this number in the case of negative logic? So ഈ 1001 എന്ന് പറയുന്നത് പോസിറ്റീവ് ലോജിക്കിൽ തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ലോജിക് ആയിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 8. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് പോസിറ്റീവ് ലോജിക്ക്, എന്താണ് നെഗറ്റീവ് ലോജിക്ക് എന്നറിയണം. പോസിറ്റീവ് ലോജിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹയർ വോൾട്ടേജ് VCC നമ്മൾ 1 ആയിട്ടും ലോവർ വോൾട്ടേജ് 0നെ നമ്മൾ 0 വോൾട്ടിനെ 0 ആയിട്ട് എടുക്കുന്നതാണ് നമ്മൾ പോസിറ്റീവ് ലോജിക്ക് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സിഗ്നൽ. സോ വോൾട്ടേജ്, അപ്പോൾ ഇത് VCC, ഇതിനെ 1 ആയിട്ടും ഇതിനെ 0 ആയിട്ടും എടുക്കുന്നതാണ് നമ്മൾ നോർമലി പോസിറ്റീവ് ലോജിക്ക് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ പോസിറ്റീവ് ലോജിക് സിസ്റ്റത്തിലാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് ലോജിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ VCCയിൽ വരുന്ന പോർഷൻ നമ്മൾ 0 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. 0 വോൾട്ടിൽ വരുന്നതായിരിക്കും 1. അതായത് നോർമലി നമ്മൾ ഹൈ എന്ന് പറയുന്നത് 1 ആയിട്ടും ലോ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ നെഗറ്റീവ് ലോജിക് സിസ്റ്റത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഹൈ എന്ന് പറയുന്നത് 0 ആയിട്ടും ലോ എന്ന് പറയുന്നത് 1 ആയിട്ടും ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഗേറ്റ് ഡിസൈൻ ചെയ്യുകയാണ്. ആ ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്സ് ഹൈ വോൾട്ടേജ് രണ്ടും വരുമ്പോൾ മാത്രം ഔട്ട്പുട്ട് ഹൈ, ബാക്കിയുള്ള കണ്ടീഷൻസിൽ അത് ലോ ആയിരിക്കാൻ നിൽക്കട്ടെ. അപ്പോൾ ഇത് ഹൈ വരുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ, ലോ വരുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ, ഹൈ വരുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് ലോ, ഇനി ലോ വരുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് ലോ. ജസ്റ്റ് ഇത്തരത്തിലുള്ള നമ്മളൊരു ഗേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തു എന്നിരിക്കട്ടെ. അപ്പം നമുക്കിത് പോസിറ്റീവ് ലോജിക്കിലും നെഗറ്റീവ് ലോജിക്കിലും എങ്ങനെ വരുന്നു നോക്കാം. പോസിറ്റീവ് ലോജിക്കിൽ എന്താ, പോസിറ്റീവ് ലോജിക്കിൽ ഹൈ എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്, ലോ എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് എടുക്കും. സോ അത് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് എങ്ങനെ വരും, ഹൈ എന്ന് പറയുമ്പോൾ
1 1 എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് 1, അടുത്ത 1 0 ആകുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് 0, അടുത്ത 0 1 ആകുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് 0, 0 0 ആകുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് 0 കിട്ടും. ഇനി നെഗറ്റീവ് ലോജിക് എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ലോജിക്കിൽ നമ്മൾ എടുക്കുന്നത് ഹൈ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 വെച്ചിട്ടായിരിക്കും. ലോ എന്ന് പറയുന്നതായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 വെച്ചിട്ട്. സോ ആ കണ്ടീഷനിൽ നമ്മുടെ ഗേറ്റ് എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ ഹൈ വരുമ്പോൾ 0 0 0 ആയിട്ട് വരും, ഇനി 0 1 1 ആയിട്ട് വരും, 1 0 1 ആയിട്ട് വരും, 1 1 എന്ന് പറയുന്നത് 1 ആയിട്ട് വരും. സോ നമ്മൾ ഒരേ ലോജിക്കിൽ എടുത്തിരിക്കുന്ന ഒരു ഗേറ്റാണ്. അത് പോസിറ്റീവ് ലോജിക്കിലും നെഗറ്റീവ് ലോജിക്കിലും എടുക്കുമ്പോൾ വ്യത്യാസമാണ് വന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സെയിം കണ്ടീഷനിൽ എടുക്കുന്ന ഗേറ്റ് പോസിറ്റീവ് ലോജിക്കിൽ വന്നപ്പോൾ ഇതൊരു ആൻഡ് ഗേറ്റ് ആയിട്ട് മാറി. ആൻഡ് ഗേറ്റ് ആയിട്ട് മാറി. സെയിം കണ്ടീഷനിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ ഒരു ഗേറ്റ് നെഗറ്റീവ് ലോജിക്കിൽ എടുത്തപ്പോൾ ഇതൊരു ഓർ ഗേറ്റ് ആയിട്ട് മാറി. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ 1001 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ലോജിക് സിസ്റ്റത്തിലാണ് തന്നിരിക്കുന്നത്. അതായത് 1 എന്ന് പറയുന്നത് ഹൈനാണ്, 0 ലോ. സോ ഹൈ ലോ ലോ ഹൈയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ലോജിക് സിസ്റ്റം തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഇനി നെഗറ്റീവിൽ വരുമ്പോഴോ, നെഗറ്റീവിൽ വരുമ്പോഴത്തേക്ക് ഈ ഹൈ എന്ന് പറയുമ്പോൾ നമ്മളത് 0 കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ലോ എന്ന് പറയുന്നത് 1 കൊണ്ടും, ലോ 1 ഹൈ 0. സോ നെഗറ്റീവ് ലോജിക് സിസ്റ്റത്തിൽ ഈ 1001 എന്ന് പറയുന്നത് 0110 ആകും, അതായത് 6 ആയിട്ട് വരും. സോ 1001ൻ്റെ നെഗറ്റീവ് ലോജിക് സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതായത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 6 ആയിരിക്കും. Question number 3. The 16-bit 2's complement representation of an integer is 1 1 1 1 1 1 1 1 1 0 1 0 1. So its decimal representation is dash. Option A 11, option B minus 11, option C 9, option D minus 9. So നമുക്ക് ഒരു ഇൻറ്റിജറിൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ആ ഇൻറ്റിജർ ഏതാണ്, ആ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റിൻ്റെ MSB എന്ന് തന്നെ മനസ്സിലായി ഈ നമ്പർ ഒരു നെഗറ്റീവ് നമ്പറാണെന്നുള്ളത്. അതായത് ഒരു 2's കോംപ്ലിമെൻറ്റിൻ്റെ MSB എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. 0 ആണെന്നുണ്ടെങ്കിൽ ആ സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. സോ ഇവിടെ MSB എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പർ എന്ന് മനസ്സിലായി. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും കട്ടായി പോയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന റെപ്രസെൻറ്റേഷൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അത് ഓൾറെഡി ഒരു ഇൻറ്റിജറിൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഈ ഗിവൺ നമ്പറിൻ്റെ ഈ ഗിവൺ റെപ്രസെൻറ്റേഷൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ ഡെസിമൽ വാല്യൂ എത്രയാണെന്ന് കിട്ടും. സോ നമ്മൾ എങ്ങനെയാണ് ഒരു റെപ്രസെൻറ്റേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് റെപ്രസെൻറ്റേഷൻ്റെ ഇൻവേർട്ട് എടുത്താൽ മതി. അതായത് 1 വരുന്ന പൊസിഷനിലെല്ലാം 0'സും 0 വരുന്ന പൊസിഷനിലെല്ലാം 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് 1's കോംപ്ലിമെൻറ്റ് കിട്ടും. സോ ഫസ്റ്റ് നമുക്ക് ഈ വരുന്ന 12 പൊസിഷനിൽ വരുന്നതും 1 ആണ്, അത് നമുക്ക് 0 ആക്കുക. ദെൻ 01 01 എന്ന് പറയുന്ന ഇൻവേർട്ട് എടുക്കുമ്പോൾ 1010 വരും. സോ ഈ ഗിവൺ റെപ്രസെൻറ്റേഷൻ്റെ ഫസ്റ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ഇൻവേർട്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇതിൻ്റെ കൂടെ ഒരു +1 ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ്, ഒരു 1 ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. സോ അതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഫസ്റ്റ് കോംപ്ലിമെൻറ്റ്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1011 എന്നാണ് 2's കോംപ്ലിമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. സോ 1011 എന്ന് പറയുന്നത് നമുക്കറിയാം അത് 11ൻ്റെ ഡെസിമൽ നമ്പർ 11 ആണത്. സോ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചായിരുന്നു നെഗറ്റീവ് നമ്പർ ആണെന്നുള്ളത്. സോ ഇതെന്ന് പറഞ്ഞാൽ -11 ആണ് ആൻസർ. സോ
സോ നമുക്ക് ഒരു ഇൻറ്റിജറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ആ ഇൻറ്റിജർ കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 2's കോംപ്ലിമെൻറ്റ് MSB എന്ന് പറയുന്നത് 1 ആയിരുന്നത് കൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് നമ്പറാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് തന്നിരിക്കുന്ന 2's കോംപ്ലിമെൻ്റ് ആണ്. എഗെയിൻ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുത്തപ്പോൾ നമുക്ക് ആ ഇൻറ്റിജർ കിട്ടി 11 ആണെന്നുള്ളത്. MSB 1 ആയതുകൊണ്ട് -11 ആണെന്ന്. സോ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. So question number 4. Consider the equation 123 of base 5 equal to x8 of base y with x and y as unknown. The number of possible solution is dash. Option A 2, option B 3, option C 4 and option D 5. അപ്പോൾ നമുക്ക് 5 ബേസ് വന്നിരിക്കുന്ന ഒരു നമ്പറും ഉണ്ട്, പിന്നെ y ബേസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നമ്പറും ഉണ്ട്. ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എത്ര പോസിബിൾ സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ബേസ് ആയിട്ട് വരുന്ന ഈ നമ്പറും y ബേസ് ആയിട്ട് വരുന്ന ഈ നമ്പറിനെ നമ്മൾ 10 ബേസിലോട്ട് മാറ്റുകയാണ്. ബേസ് 10ലോട്ട്, അതായത് ഡെസിമലിലോട്ട് നമ്മൾ മാറ്റുകയാണ്. സോ 123 ഓഫ് ബേസ് 5 ആണ്. ഇതിനെ നമ്മൾ ബേസ് 10ലോട്ട് മാറ്റുകയാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ 5⁻0 പൊസിഷനിൽ വരുന്നത്, 5⁻1 പൊസിഷനിൽ വരുന്നത്, 5⁻2 പൊസിഷനിൽ വരുന്നത്. സോ ഇത് നമ്മൾ ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ 1 × 5⁻2 പ്ലസ് 2 × 5⁻1 പ്ലസ് 3 × 5⁻0. സോ നമുക്ക് കിട്ടും 25, 10 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 38 എന്ന്. സെയിം x8 ബേസ് y. സോ ഇവിടെ ബേസ് 5 ആയിരുന്നപ്പോൾ ഇത് 5⁻0, 5⁻1, 5⁻2 എന്നെടുത്തു. ഇവിടെ ബേസ് y ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുക്കും, സെയിം ആസ് ദാറ്റ് ഓഫ് 5⁻0, 5⁻1 എന്നെടുക്കും. സോ അതിനെ നമ്മൾ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് x × y⁻1 പ്ലസ് 8 × y⁻0 എന്നെടുക്കും. സോ അത് xy പ്ലസ് 8 എന്ന് വരും. സോ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 38 ഈക്വൽ ടു xy പ്ലസ് 8. അപ്പോൾ xyൻ്റെ വാല്യൂ എത്ര വരുന്നത്? xy is equal to 30 എന്നാണ് നമുക്കിവിടെ കിട്ടിയത്. സോ xy is equal to 30 ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? അതായത് എക്സ് വൈ, എക്സ് 1 ആകാം, അപ്പോൾ y 30 ആവാം. എക്സ് 30 ആവുകയാണെങ്കിൽ y 1 ആകും. എക്സ് 2 ആണെങ്കിൽ y 15 വരും. എക്സ് 15 വരുവാണെങ്കിൽ y 2 വരും. എക്സ് 3 വരികയാണെങ്കിൽ y 10 വരും. എക്സ് 10 വരികയാണെങ്കിൽ y 3 വരും. ഇനി എക്സ് 5 വരികയാണെന്നുണ്ടെങ്കിൽ y 6 വരും. എക്സ് 6 വരികയാണെങ്കിൽ y 5 വരും. ഇങ്ങനെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട് xy is equal to 30 ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്കിവിടെ ഒരു കണ്ടീഷനുണ്ട്, അതായത് എക്സ് ലെസ് ദാൻ y ആയിരിക്കണം, അതുപോലെ y എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 8 ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര കോമ്പിനേഷൻസ് ഉണ്ട് ഇവിടെ? ഇതുണ്ട്. x1 y 13 ഉണ്ട്, x2 y 15 വരുന്നതുണ്ട്, x3 y 10 വരുന്നതുണ്ട്. അങ്ങനെ മൊത്തം 3 സൊല്യൂഷൻസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. 3 പോസിബിൾ സൊല്യൂഷൻസ് ആണ് ഉള്ളത്. സോ എങ്ങനെയാണ് ഈ കണ്ടീഷൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബേസ് എന്ന് പറയുന്നത്
ആണെന്നിരിക്കട്ടെ, 2. അപ്പം ഏതൊക്കെ നമ്പേഴ്സ് അതിനകത്ത് വരുന്നത്? 0, 1 വരും. ഇനി ബേസ് 3 ആകുമ്പോഴത്തേക്കോ 0 വരും, 1 വരും, 2 വരും. ബേസ് 4 ആകുമ്പോഴത്തേക്കോ 0 വരും, 1 വരും, 2 വരും, 3 വരും. അതായത് ബേസ് ആയിട്ട് വരുന്ന വാല്യൂവിന് തൊട്ട് മുന്നിലുള്ള വാല്യൂസ് വരെ ആയിരിക്കും നമുക്ക് അതിനകത്ത് വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഓൾറെഡി x8 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് ഈ നമ്പർ സിസ്റ്റത്തിനകത്ത് 8 എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട്. അത് വന്നിട്ടുണ്ടെങ്കിൽ y എന്തായിരിക്കണം? 8നേക്കാളും കൂടിയതായിരിക്കണം. ബേസ് y എന്ന് പറഞ്ഞാൽ 8നേക്കാളും കൂടിയതായാലല്ലേ 8 എന്ന നമ്പർ ഇതിനകത്ത് വരുള്ളൂ. അതായത് ഇപ്പോൾ y എന്ന് പറയുന്നത് ഒരു 7 ആണെങ്കിൽ അതിനകത്ത് വരുന്ന നമ്പേഴ്സ് എന്ന് വെച്ചാൽ 0 to 6 വരെ ഉള്ളൂ. 8 ആണെങ്കിൽ 0 to 7 വരെയുള്ള നമ്പേഴ്സേ അതിനകത്ത് വരത്തുള്ളൂ. സോ 8നേക്കാളും കൂടിയൊരു നമ്പർ ആയാൽ മാത്രമേ അത് എന്തായിരിക്കും 8 ഇൻക്ലൂഡ് ചെയ്തൊരു നമ്പർ അതിനകത്ത് വരുള്ളൂ. സോ അതുകൊണ്ടാണ് y എന്ന് പറഞ്ഞാൽ 8നേക്കാളും കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞത്. സോ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3, 6, 5. സോ അതാണ് ഈ കണ്ടീഷൻ. ദെൻ സെയിം തന്നെയാണ് ഇവിടെ. എക്സ് എന്ന് പറഞ്ഞ വാല്യൂ വൈനേക്കാളും ചെറുതായിരിക്കണം. ഇവിടെ ഇപ്പം നമ്മൾ 8നേക്കാളും കൂടിയതായിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ y = നമ്മൾ എടുക്കുകയാണ് 15 അല്ലെങ്കിൽ 10 ഒക്കെ എടുത്തിട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 10നേക്കാളും വലിയൊരു വാല്യൂ വരാൻ പാടുണ്ടോ? വരാൻ പാടില്ല. സോ അതാണ് എക്സ് എന്ന് പറഞ്ഞാൽ <y ആയിരിക്കണം, y > 8 ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 പോസിബിലിറ്റീസാണ് നമുക്കിവിടെ ഉള്ളത്. സോ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 3 ആണ്. So in question number 5, the representation of the value of a 16-bit unsigned integer x in a hexadecimal number system is BCA 9. The representation of the value of x in octal number system. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പർ സിസ്റ്റം കൺവേർഷൻ ആണ്. ഹെക്സാഡെസിമലുള്ള നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, ഇതിനെ നമ്മൾ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഹെക്സാഡെസിമലിൽ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്, നമ്മൾ എങ്ങനെയാണ് അതിനെ ഒക്ടലിലോട്ട് മാറ്റുന്നത്? ഫസ്റ്റ് ഹെക്സാഡെസിമലിനെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബൈനറിയെ നമ്മൾ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമലിനെ ഒക്ടലിലോട്ട് മാറ്റുന്നത്. സോ ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ BCA 9 എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ് തന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ നമ്മൾ എഴുതണം. സോ അത് എഴുതുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ബി എന്ന് പറയുമ്പോൾ 1011 വരും. 0 എന്ന് പറയുന്ന സി എന്ന് പറയുന്നത് 1100. ദെൻ എ എന്ന് പറയുന്നത് 1010. ദെൻ 9 എന്ന് പറയുന്നത് 1001. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹെക്സയിൽ നിന്നും ബൈനറിയിലോട്ട് എത്തി. ഇനി ബൈനറിയിൽ നിന്ന് ഒക്ടലിലോട്ട് എത്തണം. സോ ഒക്ടൽ നമുക്കറിയാം, അതിന് ഒരു 3 പൊസിഷൻസ് മതി. അതായത് 0 to 7 വരെയാണ് ഒക്ടലിൽ വരുന്നത്. അതുവരെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ മാക്സിമം 3 പൊസിഷൻസ് മതിയാവും. സോ നമ്മൾ റൈറ്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ 3 പൊസിഷൻസ് വെച്ച് ഒരു കോമ്പിനേഷൻ ഗ്രൂപ്പാക്കി മാറ്റുക. സോ ഇവിടെ 1 മാത്രം. സോ നമ്മൾ 2 0 കൂടെ ആഡ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇതെന്തായി? ഇത് 1, ഇത് 3, ഇത് 6, ഇത് 2, 1015 and 0011. സോ ഹെക്സാഡെസിമൽ BCA 9 എന്ന് പറയുന്നത് ഒക്ടൽ വരുമ്പോൾ അത് 136251 എന്ന് പറയുന്നതാകും. അതായത് ഓപ്ഷൻ നമ്പർ ഡി. ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയുമാണ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ കൊടുത്തേക്കുന്നതാണ്. താങ്ക് യു.